ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫുഡിൻ്റെ വീഡിയോ ഒന്നുമല്ല. ഇന്ന് എനിക്കിവിടെ ഉണക്കമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര വിലയുണ്ട്. രണ്ട് മീനൊക്കെ 25-30 രൂപയും ഉണ്ട്. അത് തന്നെയല്ല, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്നും അത് എടുത്ത് ക്ലീൻ ചെയ്ത് അവർ കഴുകാതെ എടുക്കാതെയൊക്കെയാണ് നമുക്ക് തരുന്നത്. കാണുമ്പോൾ ഫ്രഷ് മീനാണെങ്കിലും 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വ്ളോഗർ ഇങ്ങനെ ചെയ്യുന്ന കണ്ട് ഉണക്കമീൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കണ്ട് ഞാനും ഇവിടെ ഇച്ചിരി അയിലയും അതുപോലെ തന്നെ വയമ്പും ഒക്കെ മേടിച്ചിട്ട് അയിലയൊന്ന് വെട്ടി അകത്തെ ഇതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് അയില ഇതുപോലെ ഉപ്പിലിട്ട് ഇതാക്കിയായിരുന്നു. കല്ലുപ്പും പൊടിയുപ്പും കൂടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇത് വെള്ളമെല്ലാം വാർന്നു പോയി. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനെടുത്ത് വെയിലത്തിടാൻ വേണ്ടി എടുത്തതാണ്. ഇത് അയിലയാണ്. അയില കിട്ടിയായിരുന്നു. ആ അയില ഇതുപോലെ ഉണക്കാനായിട്ട് വെള്ളം വാലാൻ ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് ഉപ്പ് ലെയറായിട്ട് അടുക്കി അങ്ങനെ എടുത്തതാണ്. അതുപോലെ തന്നെ ഇത് വയമ്പാണ്. ഇത് വയമ്പും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതിനെയൊന്ന് ഉണക്കി റെഡിയാക്കണം. അന്നേരം ഇന്ന് ഞാനത് ഇന്ന് വെയിൽ 2-3 ദിവസമായിട്ട് നമുക്ക് മഴയൊക്കെ അല്ലായിരുന്നു. അന്നേരം ഇന്ന് വെയിൽ ഉറച്ചത് കൊണ്ട് വെയിലത്തിടാൻ വേണ്ടി എടുത്തതാണ്. നന്നായിട്ട് വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഉണക്കി നമുക്ക് നല്ല ടിന്നിലൊക്കെ ആക്കി സൂക്ഷിച്ച് വയ്ക്കാം. നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നല്ല ആഹാരങ്ങൾ കഴിക്കാമല്ലോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ല വൃത്തിയായിട്ടൊക്കെ അല്ലേ നമ്മൾ എടുക്കുന്നത്. അന്നേരം നല്ല ആഹാരം കഴിക്കാം. നമുക്കും വീട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ ഇന്ന് ഞാൻ വെയിലൊക്കെ ഉറച്ചായിരുന്നു. അന്നേരം വെയിലത്തിടാനൊക്കെ എടുത്തതാണ്. അന്നേരം ഇതിപ്പം നല്ലതായിട്ട് ഉണങ്ങി വരട്ടെ. വീഡിയോയിലോട്ട് വരുന്നത് വരെ ബായ്. എല്ലാവരും വീഡിയോ കണ്ട്